ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ന്യൂസി ഗ്രീൻ. 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ 8 ഇഞ്ച് മോൾഡ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിനോടൊപ്പം തന്നെ കുറേശ്ശെ 1 കപ്പ് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിച്ച് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരേ ഡയറക്ഷനിലായിരിക്കണം ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഈ കുമിളകളൊക്കെ താഴ്ന്ന് പതഞ്ഞ് വന്നിട്ട് വാനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ബാറ്റർ കുറേശ്ശെ ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഈ ടിന്നിലേക്ക് ഒഴിച്ച് ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് മോർഫി റീചാർജ് ആണ്, 40 ലിറ്ററിൻ്റെ. അതിൽ താഴെയും മുകളിലും സെൻറ്ററിൽ ഫാനും കൂടെ വരുന്ന ഓപ്ഷനിലാണ് വെച്ചിട്ടുള്ളത്. 20 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് റെഡി ആയിട്ടുണ്ട്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട്
ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ലെയറിലായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ചെറീസും ചോക്ലേറ്റും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് ലെയറിലായിട്ട് ചെറീസും ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിടാം. ലാസ്റ്റ് ലെയർ കേക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നല്ലോണം വെറ്റ് ചെയ്ത് മുകളിലും സൈഡിലുമൊക്കെ ക്രീം കൊണ്ട് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ട് ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. റോസറ്റ ഫ്ലവർ ആണ്. ഇതേ നോസിൽ കൊണ്ട് കേക്കിൻ്റെ അടിയിലും ബോർഡർ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതാണ്.